ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷവുമായി സമവായത്തിന് കേന്ദ്ര സർക്കാർ നീക്കം. പ്രതിപക്ഷ നേതാക്കളുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചർച്ച നടത്തും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഒരു അസാധാരണ നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ നീക്കം അത് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ്. ഈ കാര്യത്തിൽ ഒരു അനുനയ നീക്കത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണോ? കിരൺ റിജിജു പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറായി എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ജി കെ, ഒരു അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസിലൂടെ ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ പ്രതിപക്ഷവുമായി ഒരു സമവായത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രായോഗികമായ ഒരു പരിഹാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിഹാര ചർച്ചകൾക്കായി സർക്കാർ തയ്യാറെടുക്കുന്നുവെന്നും അത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ 8 അംഗങ്ങളെ 7 കോൺഗ്രസ് അംഗങ്ങളും ഒരു CPIM അംഗം അടക്കം 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയുണ്ടാകുന്നു. പ്രതിപക്ഷത്തിനെതിരെ ഏകപക്ഷീയമായ ആരോപണങ്ങൾ സ്പീക്കർ നേരിട്ട് തന്നെ ഉന്നയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സ്പീക്കർക്കെതിരെ ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഇതിനെ പിന്തുണച്ചിരുന്നെങ്കിലും പിന്നീട് നേതൃത്വവുമായി ബംഗാളിലെ നേതൃത്വവുമായി ആലോചിച്ച ശേഷം തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്പീക്കർക്ക് ഒരു അവസരം കൂടി നൽകണം എന്നൊരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്പീക്കറോട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുക, അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുക, എന്നിട്ടും വഴങ്ങാതിരുന്നാൽ മാത്രം ഇത്തരം ഒരു കടുത്ത നീക്കത്തിലേക്ക് പോകാം എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. 100-ലേറെ അംഗങ്ങൾ ഈ അവിശ്വാസം. അതിനിടയിൽ പുറത്തു വരുന്ന വാർത്ത പാർലമെന്റ് വീണ്ടും സമ്മേളിച്ചിരിക്കുന്നു. അവിടെ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ കാര്യത്തിൽ പ്രതിപക്ഷവുമായ സമവായ നീക്കത്തിന് സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് നിന്നുകൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷത്തിന്റെ പാർലമെന്റിൽ നിന്ന്. ബൽറാം, അതായത് ഒരു സമവായ നീക്കത്തിനോട് അനുകൂലമായി പ്രതികരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നുണ്ട്. നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ സ്പീക്കർക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകുന്നതിൽ ഒരു ഭിന്നാഭിപ്രായം പ്രതിപക്ഷത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൃണമൂലിന് മാത്രമാണോ ഈ എതിരഭിപ്രായം ഉള്ളത്, അതോ കൂടുതൽ അംഗങ്ങൾക്കുണ്ടോ? ജി കെ, നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരവസരം കൂടി സ്പീക്കർക്ക് നൽകണം എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. മറ്റ് ഭൂരിഭാഗം DMKയും സമാജ്വാദി പാർട്ടിയും ഇടതു പാർട്ടികളും അടക്കമുള്ളവർ സ്പീക്കർ ഏകപക്ഷീയമായ ഇത്തരത്തിൽ നിലപാടെടുക്കുന്നതിനെതിരെ കർശനമായ ഒരു നീക്കം വേണം എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ഈ 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നടത്താൻ ഭരണപക്ഷം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അത് സ്പീക്കർക്കെതിരായ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് കൂടി നൽകുമ്പോൾ ആ ഒരു സാഹചര്യം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കും. ആര് ആ നോട്ടീസ് പരിഗണിക്കും എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്ന നിലവിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഇത്തരം ഒരു നോട്ടീസിലൂടെ പരിഹാരമാകും. ഒരു ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ ഭരണപക്ഷം വഴങ്ങേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അഭിപ്രായമായി യോഗത്തിൽ ഉയർന്നതായുള്ള ആണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇപ്പോൾ സഭ വീണ്ടും സമ്മേളിച്ച ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ബഹളം തുടരുകയാണ്. അതേസമയം ഇന്ന് സഭയിൽ അവതരിപ്പിക്കേണ്ട മറ്റ് രേഖകൾ, അത് ആ സഭാരേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പ്രതിപക്ഷ ബഹളം തുടർന്നാൽ പിന്നീട് സഭ വീണ്ടും. അതെ, ഇപ്പോൾ ആ വാർത്ത വരുന്നുണ്ട്. ലോക്സഭ പിരിഞ്ഞു, സഭ പിരിഞ്ഞിട്ടുണ്ട് 2 മണി വരെ. ഉച്ചയ്ക്ക് 2 മണി വരെ സഭ പിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി ബൽറാം ഇപ്പോൾ വരുന്നുണ്ട്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ട്. ലോക്സഭയിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രതിപക്ഷത്തിനകത്ത്. ഇതിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശക്തമായ നിലയിൽ തന്നെയാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി
സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് സ്പീക്കർക്കെതിരായി ഇപ്പോഴൊരു അസാധാരണ നീക്കത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്നത്. ഒരു അനുനയ ശ്രമത്തിന് വേണ്ടി ഉള്ള നീക്കങ്ങൾ നടത്തി കേന്ദ്ര സർക്കാർ. കിരൺ റിജിജു പ്രതിപക്ഷവുമായി സംസാരിക്കാൻ സന്നദ്ധനായി. പക്ഷേ പ്രതിപക്ഷം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സഭ നിർത്തിവെച്ച ശേഷം പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായി. ഇപ്പോൾ ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ബൽറാം. GK, ഈ ഒരു സഭ പിരിഞ്ഞ ശേഷം ഈ 2 മണിക്ക് ഇടയിലുള്ള സമയത്ത് പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിലൊരു നോട്ടീസ് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും അപ്രതീക്ഷിതമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഒപ്പ് ശേഖരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു എങ്കിൽ പോലും നോട്ടീസ് നൽകാമോ എന്ന കാര്യത്തിൽ ഭരണപക്ഷത്തിന് നേരിയ സന്ദേഹമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്പീക്കറുമായി പ്രതിപക്ഷ നേതാക്കൾ ചർച്ച നടത്തിയ ഘട്ടത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് അറിയിച്ചിരുന്നതാണ്. രാഹുൽ തന്നെ അക്കാര്യം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നും വ്യത്യസ്തമായിരുന്നു സാഹചര്യം എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഭരണപക്ഷത്തു നിന്നുള്ള BJP MLA-മാർ കോൺഗ്രസിന്റെ വനിതാ അംഗങ്ങൾക്കെതിരെ സ്പീക്കർക്ക് പരാതി കത്ത് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് തടസ്സപക്ഷത്തു നിന്നും സ്ത്രീ അംഗങ്ങൾ, വനിതാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ചെയറിന് ചുറ്റും അവർ എത്തുകയും പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നും ഇത്തരം നീക്കങ്ങൾ നടത്തിയ അംഗങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായാണ് BJP-യുടെ വനിതാ MP-മാർ രംഗത്തെത്തിയത്. ഇത്തരം ഒരു നീക്കം BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൂടിയാണ് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചതും സ്പീക്കർക്കെതിരെ ഒരു നോട്ടീസ് നൽകാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ചർച്ചകളിലൂടെ മറികടക്കാനുള്ള ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തി പരിഹരിക്കാനുള്ള നീക്കമാകും ഉണ്ടാവുക. 2 മണിക്ക് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി അദ്ദേഹം പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ വീണ്ടും തടസ്സപ്പെട്ടിരിക്കുന്നു. 2 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനിടയിൽ പ്രതിപക്ഷാംഗങ്ങളുമായി സംസാരിച്ച് സമവായത്തിലെത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും കിരൺ റിജിജു നടത്തുക. ഏതായാലും സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് നോക്കാം. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസിന് അനുമതി ചോദിച്ചുകൊണ്ട് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം അസാധാരണമായ ഒരു നീക്കത്തിന് മുതിർന്നിരിക്കുകയാണ് പാർലമെന്റിൽ. അതിനെ തുടർന്നുള്ള പ്രതിപക്ഷ ബഹളം പാർലമെന്റിലെ സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.